ഗായ്സ് ഇന്ന് ഒരു അടിപൊളി സമൂസ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇതിൻ്റെ തോല് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ സമൂസയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ഇതുപോലെ സമൂസൻ്റെ തോലുണ്ടാക്കി സമൂസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, സമൂസൻ്റെ തോലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 600-700 ഗ്രാം മൈദ എൻ്റെ അടുത്ത് ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഏകദേശം ഒരു കണക്കുള്ള ഒരു അളവൊന്നല്ല, എന്നാലും ഒരു സുമാർ എടുത്താണ്. അതിൽ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ മൈദ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുക. ഏകദേശം മൈദ കുഴച്ചിട്ട് ഈ ഒരു പരിവായി. ഇനിയിപ്പോൾ ഒന്നുകൂടി കുഴക്കണം. ഇത് ഒരു പരീക്ഷണം കൂടി കേട്ടോ. വൈഫിന് സമൂസൻ്റെ തോലെടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പരീക്ഷണം കൂടി കേട്ടോ. അപ്പോൾ നമ്മുടെ മൈദ ഇവിടെ കുഴച്ച് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കുഴച്ചെടുത്തത്. ഇത് ചെറുങ്ങനെ ഒരു പൊടിയിട്ടിട്ട് നമ്മളിവിടെ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്, പറ്റിപ്പിടിക്കാണ്ട് കണ്ടിട്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി സമൂസ കിട്ടും. സമൂസൻ്റെ തോല് ഇനി വാട്ടിയെടുക്കണം നമുക്ക്. ഇനി കുഴച്ച് ബോൾ പിടിച്ച് അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ബോൾ പിടിച്ചിട്ട് വെച്ചിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് ടൈം പണിയുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 15-20 കിലോൻ്റെ സമൂസ തോലെടുക്കുന്നതാണ്. ഇപ്പം ഇവിടെ വീട്ടിലതിനെ കൊണ്ട് കുറച്ചാ വേണ്ടു. അപ്പോൾ ഗൈസ്, നമ്മൾ മൈദ ഇവിടെ കുഴച്ച് നല്ല ഫിനിഷ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾ പിടിക്കണം. ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്കിങ്ങനെ പിടിക്കുക. സാധാരണ നമ്മൾ പൊറോട്ടയ്ക്ക് ബോൾ പിടിക്കുന്നതിനോട്ട് തന്നെ ഇങ്ങനെ കുത്തി നിറച്ച് കൊടുത്തിട്ട് ചെറിയ ബോളാക്കിയിട്ടാണ് പിടിക്കുന്നത്. കാരണം ഒരു ബോൾ നമുക്ക് ഏകദേശം ഒരു 3 സമൂസക്കുള്ള തോല് നമുക്ക് വീതിയാക്കിയിട്ട് പരത്തി കഴിഞ്ഞാൽ അതിൽ കട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 10-20 വർഷം മുന്നേ ആണ് സമൂസൻ്റെ ജോലി ചെയ്തത്. അപ്പോൾ ആ ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ സമൂസ ഉണ്ടാക്കി. ഈ അടുത്ത കാലത്തൊന്നും സമൂസ ഉണ്ടാക്കിയിട്ടില്ല. ഈ ഒരു പരിചയം വെച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു ജോലി നമ്മൾ മറന്നു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് പിന്നെ ഒരു സംഭവം കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുത്തി നിറച്ചിട്ട് ഓരോരോ ബോൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുക. ഗൾഫിൽ സമൂസ എന്ന് പറഞ്ഞാൽ വലിയ മാണ്ട എന്നാണ് പറയുക. അവിടെ മാണ്ട, ഗൾഫിൽ അറബികൾ സമൂസൻ്റെ വറക്ക് സമൂസ എന്ന് പറയും. പക്ഷേ നമ്മൾ മലയാളികൾ മാണ്ട എടുക്കുക എന്ന് പറയും. മാണ്ട എന്ന് പറഞ്ഞാൽ തോലാന്ന് കേട്ടോ. അത് സമൂസ കടയിൽ മാണ്ട എടുക്കുക എന്ന് പറഞ്ഞാൽ തോലെടുക്കുകയെന്ന്. അപ്പോൾ അത് നമ്മളെ പരിച ഉണ്ടല്ലോ, നമ്മളെ കളരിപ്പാറ്റിലുള്ള പരിച, ആ മോഡലിലുള്ള ഒരു പിന്നെ കല്ലുണ്ടാകുക. നമുക്കൊരു ചെറിയ പയ്യ വലുപ്പത്തിലുള്ള തോല് നമ്മൾ വലുതാക്കി നമ്മൾ സാധാരണ 2 പൊറോട്ടനെക്കാട്ടിയും വലിയൊരു ബോൾ പിടിച്ചിട്ടാണ് നമ്മൾ പരത്തിയിട്ട് അട്ടിക്ക് വെച്ച് എണ്ണയിലിട്ടിട്ട് പരത്തിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ബോൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബോൾ പിടിച്ച് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഈ ബോൾ പിടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം നമ്മൾ ഓരോന്നും നമുക്ക് പരത്തി എടുത്തിട്ട്, സാധാരണ ഓരോന്ന് 2 പേര് ചെയ്യണം. കുറേ നമ്മൾ അവിടെ 100 ബോൾ 120 ബോളിലാണ് എടുക്കുക. ഇവിടെ പിന്നെ ഇപ്പോൾ 10-20 ബോളായതിനെ കൊണ്ട് നമുക്ക് കയറി വന്ന 2-3 കല്ല് താവ എടുക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഓരോരോ ബോൾ ഇങ്ങനെ ചെറുതാക്കിയിട്ട് പരത്തുക. ആദ്യം ചെറുതാക്കിയിട്ട് ഒന്ന് കയ്യിൽ പൊടിയിട്ടിട്ട് ഒന്ന് പരത്തിയിട്ട് മാറ്റി വെക്കുക. ഒരു എത്ര 5 എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ 5 മാറ്റി വെച്ചിട്ട് ഒന്ന് ചെറുതാക്കി പരത്തിയിട്ട് മാറ്റി വെക്കുക, സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇതേപോലെ ഞാൻ വലത്തെ സൈഡിൽ ഇടത്തെ സൈഡിൽ ഇട്ട പോലെ ഏകദേശം ഒരു റൗണ്ട് നമ്മൾ റൗണ്ടിൻ്റെ നമുക്കൊരു അളവുണ്ടാകും. ആ അളവിൻ്റെ രീതിയിൽ നമ്മൾ ജസ്റ്റ് മാറ്റി വെച്ചിട്ട് ഒരു 5 പരത്തി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു 5 മാറ്റി പരത്തി വെക്കുക. സ്പീഡിലാക്കിയിട്ട് നമുക്ക് പരത്തണേ അങ്ങനെ പരത്താം, ഇല്ലെങ്കിൽ ഒരാൾ കൂടി പരത്താറുണ്ടെങ്കിൽ അങ്ങനെ പരത്താം. ഞാൻ പിന്നെ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നതാണ്. കാരണം കുറേ വർഷം ഇത് ഇപ്പോൾ എടുക്കാത്തത് ഈ ഒരു ഐഡിയ വെച്ചിട്ടുള്ളൊരു മെത്തേഡിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 3-4 ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി, സമൂസ എടുക്കാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഏകദേശം ഒന്ന് പരത്തിക്കാളും. ഇനി ഇതിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ ലെയറിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിക്കുക. നിങ്ങൾക്ക് എണ്ണ നല്ല വെളിച്ചെണ്ണയോ ഇല്ലേ ഓയിലോ എന്താ വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള, കാരണം എണ്ണ ഒഴിച്ച ശേഷം കുറച്ചൊന്ന് മൈദ ഒന്ന് തടവിയിട്ട് എല്ലായിടത്തിലും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പം നമ്മളിതുപോലെ ഓരോരോ ലെയർ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് നമ്മൾ ഒന്നാമത്തെ ലെയർ വെച്ച് അതിൻ്റെ മുകളിൽ എണ്ണ ഒഴിച്ച് കുറച്ച് പൊടി ഒന്ന് തൂവിയിട്ട് ചെറുങ്ങനെ ഒന്ന് പൊടി, അതായത് നമ്മൾ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പൊളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ വെച്ചിട്ട് എണ്ണ തടവി. എണ്ണ വെച്ചാൽ നല്ല സൈഡിലെല്ലാം എണ്ണ കറക്റ്റ് ആകണം. അതിന് ശേഷം നമ്മൾ വീണ്ടും പൊടി വിതറി അതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, ഇങ്ങനെ ഓരോ ലെയർ നമ്മളിങ്ങനെ വെക്കുക.
അതിനുശേഷം എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾ ഇതുപോലെ എണ്ണ വെച്ചതിന് ശേഷം ലാസ്റ്റത്തെ ലെയർ നമ്മൾ പരത്തി വെച്ചത് പൊടിയിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുക. എടുത്തതിന് ശേഷം സൈഡെല്ലാം ഒപ്പിച്ച ശേഷം കുറച്ച് പൊടിയിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ലെവലാക്കിയിട്ട് പരത്തി ഓരോരോ സൈഡ് ഒപ്പിച്ചിട്ട് ഒരേ ലെവലിൽ പരത്തി എടുത്തിട്ടതിന് ശേഷം അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടിട്ട് പരത്തി എടുക്കുക. കാരണം നമ്മൾ ഒരു സൈഡ് മാത്രം പരത്തിയിട്ട് കാര്യമില്ല, തിരിച്ചിട്ട് ലെവലാക്കി അഥവാ അവിടെ ലെവലല്ലെങ്കിൽ പിടിച്ചിട്ട് പിന്നെ ഒരു സൈഡ് പിടിച്ചിട്ട് ഒപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ലെവലായിട്ട് നിൽക്കും. ഒന്ന് വലിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം ഈ സൈഡിലുണ്ടെങ്കിൽ അതിലൊന്ന് വലിച്ച് വെച്ച് ഒപ്പിച്ച് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ഒരേ ലെവലിൽ പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചൂടുള്ള കല്ലിൽ ഇട്ട് വാട്ടി എടുത്തിട്ട് അങ്ങനെ സമൂസൻ്റെ തോലിന് നമ്മളിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പരത്തിയിട്ട് 5 ഷീറ്റ് വെച്ചാണ് നമ്മൾ എടുത്തത്. 5 ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പത്തൽ കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഗൾഫിലെല്ലാം വലിയ ഒരു പൊറാട്ടനെക്കാട്ടിയും വലിയ ബോൾ 2-3 പൊറാട്ടൊക്കെ എടുക്കുന്ന ബോൾ എടുത്തിട്ട് അതിനുശേഷം എടുത്തിട്ട് മറിച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുക. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ പിന്നെ പൊളിച്ചെടുക്കുക കേട്ടോ ചെയ്യുക. ഇതിങ്ങനെ വാടുന്നതിനനുസരിച്ച് ഇവിടുന്ന് ഓരോരോ ലെയർ ഇങ്ങനെ പൊളിച്ച് എടുക്കും. കാണിച്ചു തരാം. ജസ്റ്റ് ഒന്നുകൂടി വാടുന്നതിനനുസരിച്ച് കിട്ടും. ഇതുപോലെ ഇങ്ങനെ ഓരോ ഷീറ്റ് ഇതുപോലൊരു ഷീറ്റ് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വാട്ടിയെടുക്കും. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ശരിയല്ലേ? നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടും. ഓരോന്നോരോന്ന് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പൊളിച്ചിങ്ങനെ എടുക്കാൻ പറ്റും. കണ്ടോ? ഇത്തിരി ആ പണിയുള്ളൂ. ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ഷീറ്റ്. മനസ്സിലായോ? കുറച്ച് ചൂടുണ്ടാവും പൊളിച്ചെടുക്കുന്ന നേരം. അതിൻ്റെ ആവി നമ്മളെ കൈമലേക്ക് കയറാതെ നോക്കണം. അതുകൂടാതെ നമ്മൾ ഓരോ ലെയറും പൊളിച്ചെടുക്കുന്ന നേരം തിരിച്ച് പിന്നെ ഗൾഫിലൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പരിചക്കളീൻ്റെ മോഡൽ പിന്നെ നമ്മളെ കല്ലായനെ കൊണ്ട് ശരിക്കും താഴോട്ട് വലിച്ചിട്ട് നേരെ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. നമ്മളെ കൈമലേക്ക് ചിലർ കൈമലേക്ക് വലിയ നമുക്ക് ഈ കുറച്ചൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. 10-15 ബോളെല്ലാം പരത്തിയിട്ടെടുക്കുന്ന നേരം നമ്മളെ കൈമലേക്ക് ഒരു വെയിറ്റ് തന്നെ ഉണ്ടാവും. അത് കൈമലേക്ക് ഇട്ട് തിരിച്ചിടുന്നേരം പിന്നെ അത് അറിഞ്ഞുകൂടാത്തവർ ചെയ്യാന്ന് വെച്ചാൽ നേരെ കൈ പൊള്ളുകയും ചെയ്യും. അതേപോലെ പിന്നെ കൈക്ക് ഇത് ചില ആൾക്കാർ വലിച്ചിട്ടിട്ട് താഴോട്ട് മറിച്ചിട്ട് ചെയ്യുക. അറിയുന്ന ആളുകൾക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഇതിൻ്റെ തോല്. പിന്നെ ഒത്ത ചൂടിലാന്ന് വെച്ചാൽ നല്ല സുഖമായിട്ട്, അതായത് ഒത്ത ചൂടിൽ കറക്റ്റ് നമ്മളൊരു ലെയർ പിന്നെ നമ്മൾ എത്രണ്ണാണോ 5 പരത്തിയില്ല 10 പിന്നെ തോല് എടുക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത കല്ല് ഈ തോലെടുത്ത് കഴിയുമ്പോൾ അടുത്ത നെക്സ്റ്റ് പരത്തിയിട്ട് എത്ര ലെയറാണോ ആ ലെയർ കല്ലിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നാലാണ് ഇതിൻ്റെ ചൂട് കറക്റ്റ് ലെവലായിട്ട് പോകും. അപ്പോൾ ഗ്യാസിലാണെങ്കിലെല്ലാം ഒരേ ലെവൽ ചൂട്. നമ്മളിവിടെ അടുപ്പിലാണ് എടുത്തത്. അപ്പോൾ ഈ തോല് ഈ ഒരു വാട്ടം നമ്മൾ നേരെ പേപ്പർ തിരിച്ചിടുന്നേരം പ്രശ്നമുള്ള കാര്യമില്ല. നമ്മൾ നല്ല ഫിനിഷായിട്ടുള്ള ഭാഗം നമ്മൾ മുകൾ ഭാഗത്ത് ആക്കിയിട്ടാണ് ഇടുക. അപ്പോൾ അടിഭാഗത്ത് പിന്നെ ഈ ഫിനിഷ് അല്ലാത്ത ഭാഗം വെന്ത ഭാഗം അപ്പുറത്തെ അടിഭാഗത്താക്കിയിട്ടിടും. മറ്റേ ഫിനിഷായിട്ടുള്ള ഭാഗം നമ്മൾ മുകൾ ഭാഗത്താക്കിയിട്ടിടുക. പിന്നെ വെച്ചാൽ കല്ലിന് ചൂട് കൂടുതലാകുന്നേരം നമ്മളൊന്നും കൂടി സ്പീഡപ്പ് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ ചൂട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകണം. ഭയങ്കര പെട്ടെന്ന് കഴിയും. ഇത് പിന്നെ ഈ ചെറിയ കല്ലും പിന്നെ അതിനെ ഒപ്പിച്ചിട്ട് നമ്മൾ പരത്തിയെടുത്തുന്നുള്ളൂ ഏകദേശം ഒരു കണക്കിൽ. സാധാരണ നമ്മൾ മാണ്ടൻ്റെ കല്ലാകുന്നേരം നല്ല സുഖമായിട്ട് നമുക്ക് അതിൻ്റെ ലെവൽ. അപ്പോൾ അങ്ങനെ സമൂസൻ്റെ തോല് നമ്മളിവിടെ ഏകദേശം ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഒന്നും ആയിട്ടില്ല, ഒരു പ്രശ്നമില്ല, ഒരു കുത്തുപോലുമില്ല. അപ്പോൾ അടിഭാഗത്ത് ബന്ധമെല്ലാം ഇങ്ങനെ തന്നെയാണ് എടുക്കുക. അപ്പോൾ അത് നമ്മളിനി കട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ കട്ട് ചെയ്യുന്ന സാധാരണ നമ്മളൊരു നോർമൽ ഷേപ്പിൽ വെച്ച് കട്ട് ചെയ്തതാണ്. സാധാരണ ഇത് സമൂസ കടകളിൽ ഇതിൻ്റെ ഒരു അളവ് പിന്നെ ഒരു ചെറിയൊരു പല തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ കട്ട് ചെയ്യുന്ന കൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഈ സൈഡിലത്തെ വേസ്റ്റ് എന്ത് ചെയ്യുക വെച്ചാൽ നമുക്ക് പിന്നെ വെജിറ്റബിൾ സമൂസ ആണെങ്കിൽ അതിലേക്ക് പൊടിച്ചിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പൊടിച്ചിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ 4 സൈഡും സാധാരണ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ 2 സൈഡ് കട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ഒരു സ്കെയിൽ പോലെ വെച്ചിട്ട് നമ്മൾ ഒപ്പിച്ച് ഒരു ലെവലിൽ എടുത്തിട്ടാണ് സാധാരണ കട്ട് ചെയ്തിട്ടെടുക്കൽ. ഏകദേശം ഒരു സുമാറ് നമുക്ക് ഇത് ശരിക്കും നീളം കൂടുതലാണ്. ഞാൻ ഒരു സൈഡും കൂടി കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്.
കാരണം ഇത്ര നീളത്തിൻ്റെ ആവശ്യമില്ല. ഒരല്പം വീതിയും കൂടി വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതിനെ കൊണ്ട് ഒരത്രയും ഇല്ലാന്ന്. കാരണം ഹോട്ടലിലൊക്കെ കൊടുക്കുന്ന സമൂസക്ക് കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും. അത് കാരണം ഒരു പൈസക്ക് കച്ചവടം ചെയ്യുന്ന ഒരു ഇതാനെ കൊണ്ട് അതിൽ മാക്സിമം അത്ര സാധനം ഫില്ല് ചെയ്യേണ്ടി ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു 10 60 80 90 ലെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മസാലയാണിത്. ആ മസാല ഇതിലേക്ക് നിറയ്ക്കുക. ഇത് ഒരു തോല് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ചുറ്റിക്കൊണ്ടിരുന്നവരാണ് വീഡിയോ പിടിക്കേണ്ട കാര്യം ഓർമ്മട്ടേക്ക്. ഇങ്ങനെ ഒരു സൈഡ് വെച്ചിട്ട് ഒരു കുമ്പിൾ പോലെ ആക്കിയിട്ട് അതിലേക്ക് നിറച്ച് കൊടുക്കുക. ഇതിലേക്ക് നിറച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കൈ കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക. നല്ലോണം ഫില്ലേറ്റ് ഒന്ന് കൈ കൊണ്ട് അമർത്തി കൊടുത്തിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ കോർണർ എന്ത് ചെയ്യുക, ഒന്നങ്ങ് ആ കോർണറിലേക്ക് ഒന്ന് ഒപ്പിക്കുക. ഒരു മൂല കറക്റ്റ് ലെവലിൽ ഒപ്പിച്ചാൽ മാത്രമേ അതിൻ്റെ ലെവൽ കിട്ടും. അതിന് ശേഷം ഇപ്പുറത്തെ മൂലയിൽ പശ തേച്ച് ഒരു സൈഡിൽ മാത്രം, നമ്മളെല്ലാ സൈഡിലൊന്നും പശ തേക്കില്ല കേട്ടോ. കാരണം നമ്മൾ സ്പീഡായിട്ട് 100 150 സമൂസ എല്ലാം ഒരു മണിക്കൂറുണ്ട് ചിലപ്പോൾ ചിറ്റെല്ലാം ആൾക്കാരെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് സമൂസൻ്റെ പണിയെടുക്കുന്ന സമയത്ത് ഇപ്പം കുറേ ഞാൻ 20 വർഷത്തോളമായി സമൂസൻ്റെ പണിയെടുക്കാത്തത്. അപ്പോൾ സമൂസ ഇങ്ങനെ നിറച്ച് കൊടുക്കുക, അതിലേക്ക് ഫില്ല് ചെയ്യുക, ഒന്ന് ആടാമർത്തി കൊടുക്കുന്നേരം അതിൽ കുമ്പിളിലേക്ക് കറക്റ്റാവും. അവിടുന്ന് മക്കളൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ചിക്കൻ സമൂസ ഉണ്ടാക്കി. ചിക്കൻ സമൂസയിൽ സാധാരണ ക്യാരറ്റും പട്ടാണിയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിവിടെ ഉള്ളിയും പിന്നെ സാധാരണ മസാല പോലെ അതിൽ ചിക്കനും കൂടി മിക്സാക്കി കൊടുത്താണ്. അതിനുശേഷം ഇവിടെ ഇങ്ങനെ മടക്കി അതിനുശേഷം എന്ത് ചെയ്യുക, പിന്നെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സമൂസൻ്റെ തോല് ഇതേപോലെ പിടിക്കുക, ഇതിൽ ഫില്ല് നിറച്ച് കൊടുക്കുക, മാക്സിമം കുത്തി നിറയ്ക്കുക. എന്നിട്ട് ഒന്ന് ആണെങ്കിൽ വിരലുകൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. എന്തിതാ എന്നിട്ടൊന്ന് വിടുക, ഇവിടെ അമർത്തി കൊടുക്കുക. ഈ കോർണർ കംപ്ലീറ്റ് ഒപ്പിക്കുക, അവയിലെ കൂടെ ഗ്യാപ്പ് വരിക. അതിനുശേഷം പശ എടുക്കുക, പശ തേക്കുക, ഇതിലേക്ക് അമർത്തി കൊടുക്കുക. വേറെ ഒന്നുമില്ല പണി. അപ്പോൾ നമ്മുടെ സമൂസ നമ്മൾ ആവശ്യമുള്ള മാത്രം നമ്മൾ ചിറ്റി എടുത്തിട്ടുണ്ട്. ചിറ്റി ഇനി പൊരിച്ചെടുക്കണം. അപ്പോൾ ഗൾഫിലൊക്കെ സമൂസ ബോക്സിലാക്കിയിട്ട് ഒരുപാട് സ്റ്റോക്ക് ചെയ്യും. പിന്നെ കാരണം 2-3 ദിവസം കൊണ്ട് പെട്ടെന്ന് തീർന്നു പോകുന്നതിനെ കൊണ്ട് സ്റ്റോക്ക് ചെയ്ത് നമുക്കിവിടെ അത്ര ആവശ്യമുള്ളൂ. അടിപൊളി സമൂസ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇതിൻ്റെ തോല് ഉണ്ടാക്കിയിട്ട് പൊരിച്ചെടുത്ത സമൂസ കേട്ടോ. അല്ലാതെ നമ്മൾ റെഡിമെയ്ഡ് കടയിൽ നിന്ന് വാങ്ങിയല്ല, തോല് പുറത്തുനിന്ന് വാങ്ങിയല്ല, എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കിയാണ്. അപ്പോൾ ഗൾഫിലൊക്കെ സമൂസ എങ്ങനെയാണ് തയ്യാറാക്കൽ അതേ മോഡൽ നമ്മൾ ഫില്ല് ചെയ്തെടുത്താണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും.